വെൽക്കം ടു അല്ലീസ് കിച്ചൺ. ഇന്നത്തെ സ്പെഷ്യൽ നാടൻ ഗ്രീൻ പീസ് കറി. അതിനായിട്ട് തലേദിവസം വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ച ഗ്രീൻ പീസ്, പിന്നെ വേണ്ടത് ക്യാരറ്റ്, പിന്നെ പച്ചമുളക്. ആദ്യം തന്നെ നമുക്ക് ഈ ഗ്രീൻ പീസ് എല്ലാം കുക്കറിലിട്ട് അടിച്ച് വേവിച്ചെടുക്കാം. ഗ്രീൻ പീസും ക്യാരറ്റും പച്ചമുളകും ഉപ്പൂടെ ചേർത്തിട്ട് ഒരു 3 വിസിൽ. പിന്നെ നമുക്ക് വേണ്ടത് സവാളയും വെളുത്തുള്ളിയും ഇഞ്ചി, പിന്നെ കറി ലീവ്സ്. പിന്നെ അതിൻ്റെ മസാലയ്ക്ക് വേണ്ടി നമ്മൾ കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട്. തേങ്ങയ്ക്കകത്തോട്ട് നമ്മൾക്ക് പെരുംജീരകത്തിൻ്റെ പൊടി, പിന്നെ വേണ്ടത് മല്ലിപ്പൊടി, പിന്നെ മഞ്ഞൾപ്പൊടി, പിന്നെ നമ്മൾക്ക് കുറച്ച് ഗരം മസാലയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഈ പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് എണ്ണ ഒഴിച്ച് ചൂടാകുമ്പോൾ കടുകിട്ട്, പിന്നെ സവാള ആഡ് ചെയ്ത് കൊടുക്കാം. അതൊന്ന് വഴണ്ട് വരുമ്പോഴത്തേന് തക്കാളി ആഡ് ചെയ്ത് കൊടുക്കാം. എൻ്റെ ആ വീഡിയോ മിസ്സായി പോയതുകൊണ്ട് എനിക്കത് കാണിക്കാൻ പറ്റിയില്ല. അതുകൊണ്ട് ഈ അടുത്ത വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങളൊരു ചീൻചട്ടി അല്ലെ പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിനകത്ത് എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ചിട്ട് വേണം അത് ചെയ്യാൻ. ഇനി നമുക്ക് ആ മസാല എല്ലാം ചേർത്ത് നമ്മൾ അരച്ച് ഒരു കുഴമ്പ് പരുവത്തിലാക്കിയിരിക്കുന്ന ആ പേസ്റ്റിന് നമുക്ക് ഈ വഴറ്റിയ സവാളയ്ക്കകത്തിലോട്ട് ഇട്ട് കൊടുക്കാം. കണ്ടോ? പിന്നെ നമുക്ക് ആവശ്യത്തിന് ഉപ്പൂടെ ചേർത്ത് കൊടുക്കാം. കണ്ടോ? ആ സവാളയ്ക്കകത്ത് അതെല്ലാം കിടന്ന് നന്നായിട്ട് വെന്തിട്ടുണ്ട്. കുറച്ചൊന്ന് തിളപ്പിച്ച് കൊടുക്കുക, നന്നായിട്ട് തിളപ്പിച്ച് കൊടുക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ ആവശ്യത്തിന് വെള്ളം ചേർക്കാം. നല്ലതായിട്ട് ചാറൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നന്നായിട്ട് വെള്ളം ചേർക്കണം. പിന്നെ ഇത് കണ്ടോ, നമ്മൾ 3 വിസിലടുപ്പിച്ച നമ്മുടെ ഗ്രീൻ പീസാണ്. അപ്പോൾ അതിനെ കൂടെ നമ്മൾ അതിനകത്തോട്ട് ആഡ് ചെയ്ത് കൊടുത്തു. കണ്ടോ? നമ്മുടെ ഗ്രീൻ പീസ് കറി നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക. ഉപ്പ് എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക. കണ്ടോ? നമ്മുടെ നാടൻ ഗ്രീൻ പീസ് കറി കണ്ടോ, ഇപ്പോൾ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. കണ്ടോ? നമ്മുടെ ക്യാരറ്റൊക്കെ എടുത്ത് കാണാം. ഗ്രീൻ പീസൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. നമ്മുടെ ഗ്രീൻ പീസ് കറി റെഡി.